ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ GKVK എന്ന് പറയും ഈ സ്ഥലം. ഇത് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ് ഈ സ്ഥലം. ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് ഈ GKVK എന്ന് പറയുന്നത്. ഇത് എലങ്കാട് അടുത്താണ്. നമ്മുടെ പുതിയൊരു ഫിനിക്സ് മാൾ ഉണ്ടല്ലോ, മാൾ ഓഫ് ഏഷ്യ, അതിൻ്റെ അടുത്തായിട്ട് വരും ഈ സ്ഥലം. കണ്ടില്ലേ, മാവിൻ തോട്ടാണിത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓർഗാനിക് മാമ്പഴം മേടിക്കാം. മാമ്പഴം മാങ്ങയൊക്കെ വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് കാണാനും അത് അവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ ഒന്ന് മേടിക്കാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകണേട്ടോ. അപ്പോൾ ഇത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ് ഈ മാങ്ങയൊക്കെ കൊടുക്കുന്നത്, ഈ മാവിൻ തോട്ടമൊക്കെ ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഓർഗാനിക്കായിട്ടാണ്, ഒരു മെഡിസിനൊന്നും ഇടാണ്ട് ഉള്ള മാമ്പഴം കിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകണം. അത് ഈ എല്ലാ ഈ മാങ്ങ സീസണിലും ഇവിടെ ഇങ്ങനെ നടക്കട്ടെ, ആർക്കും വേണമെങ്കിലും പുറത്ത് വന്നാൽ നമുക്ക് മേടിക്കാം. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഇല്ലാത്ത മരങ്ങളില്ലാട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റോഡ് ഫുള്ള് ഇത് നമ്മുടെ ചക്ക ഫ്ലാവുകളാണ് ഈ റോഡിൽ ഫുള്ള്. ഇതിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു മരത്തിന് എത്ര ചക്കയാണെന്ന് നോക്കിയാൽ. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഈ മരത്തിന് നിറച്ച് ചക്കയാണ്. പക്ഷെ നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റില്ല. അവരവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫൈനാണെന്നൊക്കെ വേണ്ട. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് മുഴുവൻ ഈ പ്ലാവാണ്. ഈ പ്ലാവിൽ നിറയെ ചക്ക ഉണ്ട് കേട്ടോ. പിന്നെ ചക്ക നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മേടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾക്കായിട്ട് സ്വന്തമായിട്ട് അതൊന്നും പൊട്ടിച്ചെടുക്കാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ റൂൾസൊക്കെ. അങ്ങനെയുള്ള എല്ലാ ചെടികളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ചെടികളും പുതിയ സീഡ് ചെയ്യണതൊക്കെയാണല്ലോ ഇവരുടെ പരിപാടി. അത് വേണ്ടില്ലേ, എത്ര ചക്ക നോക്കിയാൽ. അപ്പോൾ ഇത് പോണ വഴിക്ക് ഇതൊക്കെയാണ് മാവിൻ തോട്ടം. അപ്പോൾ ഈ മാവിൻ തോട്ടത്തിലാണ് ഈ മാമ്പഴമൊക്കെ വിൽക്കുന്ന സ്ഥലം. എന്ത് കണ്ടില്ല, ചക്കയും വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് ഇന്ന് അവർ കൊടുക്കണം 30 രൂപയാണ് കിലോ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ മാവിൻ തോട്ടത്തിലുണ്ടല്ലോ നിറയെ മാങ്ങകളുണ്ട്, പല വെറൈറ്റി മാങ്ങകളുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി അതൊന്ന് പറിച്ചെടുത്തിട്ട് അത് അവർ വേണമെങ്കിൽ നമുക്ക് തൂക്കിത്തരും കേട്ടോ. അത് നമുക്ക് ശരിക്കും നന്നായിട്ട് അറിയാത്ത കാരണം നമ്മൾ പറിക്കാത്തതാണ്. ഏതാണ് നല്ല മൂത്ത മാങ്ങന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തന്നെ പോയി പറിക്കാം. അതിനുള്ള ഇതൊക്കെ ഉണ്ട്, പെർമിഷനൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇഷ്ടമുള്ള മാങ്ങകളൊക്കെ പറിച്ച് കൊടുന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കിത്തരും അതിൻ്റെ റേറ്റ് ഇട്ടിട്ട്. ഇതൊക്കെ ഓർഗാനിക്കായിട്ട് ചെയ്യണ മാങ്ങകളുണ്ടാ. ഇതൊക്കെ ബാദാം എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്, ബാദാമി. ആ മാങ്ങ എന്നാണ് പറഞ്ഞു നിൽക്കണതൊക്കെ. അപ്പോൾ അവർ ഇതിൽ നിന്ന് നല്ല വിളഞ്ഞ മാങ്ങകൾ പറിക്കും. എന്നിട്ട് ഇവർ തന്നെ അത് ഓർഗാനിക്കായിട്ട് പഴുപ്പിച്ചിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യണത്. പഴുപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ വൈക്കോലും പേപ്പറൊക്കെ വെച്ചാണ് പഴുപ്പിക്കണത്. ഇത് അതിനൊക്കെ ഞാനത് നോക്കിക്കൊണ്ട് ആ തോട്ടത്തിൽ നടക്കുമ്പോണ്ടല്ല കശുവണ്ടി, നമ്മുടെ നാടൻ കശുവണ്ടി ഉണക്കാനിട്ടേക്കണ്. അതാണ് ആ കണ്ടത് കേട്ടോ. അപ്പോൾ കാണാനും പറ്റിയ ഇഷ്ടംമാതിരി മാങ്ങകളും നിറയെ നല്ല കാണാൻ പറ്റിയ സ്ഥലമാണിത്. ഞാൻ ഇതിന് മുമ്പ് പ്രാവശ്യം ഇവിടെ ഒരു കാർഷിക എക്സിബിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയുടെ സീസണൊന്നുമല്ല. ഇത് കണ്ടില്ലേ, മാങ്ങകൾ കണ്ടില്ലേ, എന്താ മാങ്ങയുടെ വലിപ്പം. ഒരു കൊലയിൽ 3 എണ്ണമൊക്കെയാണ്. ഇപ്പോൾ നമുക്കത് വേണ്ടി നമുക്കിതിനെ പറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് അവർ അവിടെ മാമ്പഴം കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് തൂക്കി തരും കേട്ടോ. ഈ മാങ്ങയുടെ വില എന്താണെന്ന് വെച്ചാൽ അതിട്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വന്നേക്കണത്. നമുക്ക് ഫ്രഷായിട്ട് പറിക്കാനും ഫ്രഷായിട്ട് നല്ല ഓർഗാനിക്കായിട്ടുള്ള മാമ്പഴം മേടിക്കാനും വേണ്ടിയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണിത്. GKVK എന്ന് പറയട്ടെ ഈ സ്ഥലം, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഉണ്ടല്ലേ, മാങ്ങയ്ക്കൊരു കുറവില്ല. മാങ്ങ ഇഷ്ടംമാതിരി മാങ്ങ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലാവുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. അതുമാതിരി ചക്ക, പിന്നെ ഓരോ ഏരിയയിൽ പോയി വേറെ ഫ്രൂട്ട്സുകളുടെ ചെടികളും അതിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഈ മാമ്പഴത്തിന് വേണ്ടി വന്ന കാരണം ഈ മാങ്ങയുടെ തോട്ടത്തിൻ്റെ അടുത്തേക്കാണ് വന്നേക്കണത്. ഇതിൻ്റെ അകത്ത് 1-2 സ്ഥലത്ത് ഒരു ബിസിനസ് ചെയ്ത് പഴുത്ത മാങ്ങകൾ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാനും ആ മാമ്പഴം മേടിക്കാനാണ് നമ്മൾ വന്നേക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇവിടെ ആര് വേണമെങ്കിൽ ദൂരത്തെ സ്ഥലത്തൊക്കെ ആൾക്കാർ വന്ന് മേടിച്ചിട്ട് കിട്ടുമെന്നറിയാം. ഇന്ന് ബോക്സ് ആയിട്ട് നമുക്ക് എത്ര കിലോ ആണെങ്കിലും അവർ മേടിച്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്കും എവിടേക്കെങ്കിലൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ നല്ല ഓർഗാനിക്കായിട്ടുള്ള മാമ്പഴമൊക്കെ കിട്ടും. ഇത് ಎಷ್ಟು ಇದು ಮೇಡಮ್? ಇದು ತೋತಾಪುರಿನಾ? ಅದು ಎಷ್ಟು ಇದು ಕಿಲೋ? 50. ಇದು ಸಿಂಧೂರನ ಇದೇನಿದು? ಹಾಂ, ಎಷ್ಟು ಇದು? 100? ಇದು 50ನಾ? ಅವ್ರು ಇದು ಇದೇನು ಮಾಂಗಿದ್ದು? ರಸ್ಪುರಿ. ಇದೇನು ಎಷ್ಟು ರೇಟು? 150. ಬರ ಇದೇನು ಮಾಡ? ಮಲ್ಗೋ ಎಷ್ಟು ಅದು ಕಿಲೋ? 150 ಮಲ್ಗೋ. ಹಾಂ, ಓಕೆ.
ರೇಟ್ ಇದೆಷ್ಟು ಇದು ತಗೊಳ್ಳಿ. बैगन पल्ली ಎಷ್ಟು ರಾ ಹಾಂ बैगन पल्ली ಎಷ್ಟು ಕೆಜಿ? 100 ರೂಪಾಯಿ. ಬಾದಾಮಿ ತಾನ ಇದೆಷ್ಟು ಬಾದಾಮಿ? 150 ಹಾಂ 150 ബാദാമി. ചക്ക ഉണ്ട് അടിപൊളിയായിട്ട് കേട്ടോ. 30 രൂപയാണ് കിലോ. ചക്കയുടെ റേറ്റ് ഇന്നത്തെ റേറ്റ് 30 രൂപ. ഇത് ഓർഗാനിക്കായിട്ടാണ് കേട്ടോ മാങ്ങ പഴുപ്പിക്കണം. കണ്ടില്ലേ ഇങ്ങനെ വൈക്കോലൊക്കെ ഇട്ട് മൂടിയിട്ട് ഇത് ഫുള്ള് മാങ്ങയാണ് പഴുക്കാനായിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഒരു ഓർഗാനിക്കായിട്ടാണ് എല്ലാം ചെയ്യണത്. ഒരു മരുന്നൊന്നും ഇടാത്ത സൂപ്പർ മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചാൽ നല്ല ഓർഗാനിക്കായിട്ടുള്ള മാമ്പഴം കഴിക്കാം. അതാണ് വേണ്ട ഈ വൈക്കോലിട്ട് മൂടിയേക്കണൊക്കെ മാങ്ങയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 5-8 ക്വാളിറ്റി മാമ്പഴം ഉണ്ട്. പറഞ്ഞല്ലോ നേരത്തെ ഓരോന്നിൻ്റെ വില 50 രൂപ തോത്താപ്പുരി. അത് തൊട്ട് ഒരു 200 രൂപ വരെയുള്ള മാമ്പഴമുണ്ട് ഇവിടെ. 200 രൂപ. ഈ മാമ്പസന്ത് എന്ന് പറഞ്ഞിട്ടൊരു മാമ്പഴം ഉണ്ടായിരുന്നു. അതാണ് ഇത്തിരി വില കൂടി. അത് 200 രൂപയാണ്. അപ്പോൾ ഇവർ മാങ്ങയൊക്കെ പഴുപ്പിക്കുന്നത് കണ്ടില്ലേ ഞാൻ കാണിച്ചല്ല. അതന്നെ ഈ വൈക്കോലിട്ടിട്ട് മൂടിയിട്ടൊക്കെ നല്ല പഴയ കാലത്തൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത് അതേപോലെയാണ്. ഒരു മരുന്നും വേറെ മെഡിസിനൊന്നും രണ്ട് നല്ല ഓർഗാനിക്കായിട്ടുള്ള രീതിയിലാണ് ഒരു മാങ്ങയൊക്കെ പഴുപ്പിക്കുന്നത്. ഈ മാങ്ങ ചെടിയിൽ ഉണ്ടാവുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു മരുന്നൊന്നും ചെയ്യാത്ത മാമ്പഴമാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നിറയെ വന്ന് മേടിച്ചിട്ട് പോകണ്ടായിരുന്നു കാറിലൊക്കെ വന്ന്. അപ്പോൾ ഇത് ഈ സ്ഥലം കഴിഞ്ഞ് ഇനി അടുത്തൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകണം കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ 1-2 സ്ഥലത്തുണ്ട് ഇങ്ങനെ മാമ്പഴം സെയിൽ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് പോകണ്ട. പോണ വഴിയിലൊക്കെ കണ്ടില്ലേ ഫുൾ മാങ്ങാത്തോട്ടാണ് കേട്ടോ. ഇതാണ് അടുത്ത സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഈ GKVKയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളും കാണാം, ഈ തോട്ടവും കാണാം. നിങ്ങൾക്ക് മാങ്ങയൊക്കെ ലൈവായിട്ട് പറിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ. ഫാമിലി മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔട്ടിങ്ങുമായി നല്ലൊരു ടൈം പാസ്സുമാണ്. പിന്നെ ഇതിൻ്റെ എൻട്രി ഒന്നും ടിക്കറ്റും കാശൊന്നും ഇല്ല കേട്ടോ. ഫ്രീ എൻട്രിയാണ് ഇവിടേക്ക്. കണ്ടില്ല ഇത് അടുത്ത മാമ്പഴങ്ങൾ കേട്ടോ. കണ്ടില്ല ഏതിന് വാങ്ങിയതോ? हाँ रसपुरी बैगनपल्ली दशहरी ಹಾಂ ಇದೆಲ್ಲ ರೇಟು ಎಷ್ಟರಿಂದ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತೆ? 150 220 ಹಾಂ रसपुरी 120 बैगनपल्ली 100 रुपीस ಬಾದಾಮಿ 100 റുപ്പീസാ? വെള്ള മാമ്പഴത്തിൽ വെച്ചിട്ട് വില കൂടിയത് ഇമാം പസന്ത് എന്ന് പറഞ്ഞിട്ടൊരു മാമ്പഴം ഉണ്ട്. അതിന് 220 രൂപയാണ് പറയണത്. അതാണ് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളത്. അതാണ് ഇത്തിരി അടിപൊളി ടേസ്റ്റും നല്ല അടിപൊളി മാമ്പഴം അതാണ് കേട്ടോ. അല്ലെങ്കിലും പിന്നെ 100 രൂപയുടെയൊക്കെ ഉണ്ട്. മറ്റേ ബാദാമിയൊക്കെ 100 രൂപ. പിന്നെ ബൈഗൻപള്ളി, മല്ലിക, മാൽഗോവ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു മാമ്പഴം പഴുപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓർഗാനിക്കായിട്ട് നോക്കുക. എല്ലാ മാമ്പഴങ്ങളും ഇങ്ങനെ വെറുതെ നിരത്തിയിട്ടേക്കാണ് ഒരു ഷെഡിൻ്റെ അകത്ത്. അതങ്ങനെ തന്നെ കിടന്നിങ്ങനെ പഴുക്കും. നല്ല മൂത്ത മാങ്ങകൾ പറിച്ചു കൊടുത്തിട്ട് പഴുപ്പിക്കാനുണ്ട് അവർ. ഇതിലെന്തൊക്കെ മാങ്ങ പഴുക്കാനിട്ടുണ്ടെന്ന് അതിൻ്റെ റേറ്റ് എന്താന്നൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ. ഇത് ഏവൻ മാങ്ങ ಯಾವುದು ಇದು? ದಸರಿಯಾ? ಇದೆಷ್ಟು ಕೆ ಜಿ? 160. 160 150 ಹಾಂ 150. ಎಲ್ಲ ഓർഗാനിക് ആയിട്ടാണ് കേട്ടോ പഴുപ്പിക്കണം. ഒന്നും മെഡിസിനൊന്നുമില്ല. ഫുൾ ഓർഗാനിക്. ഇത് ബൈഗൻപള്ളി ഇതെಷ್ಟು ಕೆ ಜಿ? 100 ರೂಪಾಯಿ. ಹಾಂ ബൈഗൻപള്ളി 100 രൂപയാണ് കേട്ടോ കിലോ. സൂപ്പറായിട്ടുണ്ട്. വലിയ മാങ്ങയാണ്. അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. ആ അതെ ബീസിൽ സക്കാത്തല്ല. ഇത് ಏನು ಮಾವಿನಕಾಯಿ? അൽഫോൺസ്. ഇതെಷ್ಟು ಬರುತ್ತೆ ಕೆ ಜಿ? 150. അൽഫോൺസ് 150 കേട്ടോ കിലോ. അൽഫോൺസ് 150. ആ ഇത് ഇമാം പസന്ത്. ഇതെಷ್ಟು വരെ? ಅದು 220. ಇದು 220 കേട്ടോ കിലോ. ಇದೇ ಜಾಸ್ತಿ ರೇಟು? ಹಾಂ ಇದು ಕೇಸರ್. ಓಕೆ ಅದು ಏನು ರೇಟು? ಅದು 150. ಹಾಂ ಕೇಸರು 150 കേട്ടോ. എല്ലാം റീസണബിൾ റേറ്റാണ്. ഓർഗാനിക്കായിട്ട് പഴുപ്പിച്ച മാങ്ങലാണ് കേട്ടോ. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതെಷ್ಟು ರೇಟು? 100 ರೂಪಾಯಿ. ഇത് ബൈഗൻപള്ളി മാമ്പഴമാണ്. 100 രൂപ കിലോ. എല്ലാം സൂപ്പർ അടിപൊളി ഓർഗാനിക് മാമ്പഴമാണ്. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കുക. ഇതെല്ലാം
ಮಲ್ಲಿಗೆ ಹಾಂ ಹಾಂ ಹಣ್ಣಾಗಿಲ್ಲಲ್ಲ ಕಾಯಿ 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 ಹಾಂ ಒಬ್ಬೊಬ್ಬರು ಕಾಯಿ ಕಳ್ತಾರಲ್ಲ ಹಾಂ ಹಾಂ ಸರಿ സരി നല്ല മുത്തണത് കായായിട്ടുള്ള മാങ്ങ നമുക്ക് മേടിക്കട്ടെ അത് 1-2 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചത് 2 ദിവസത്തിൽ പഴക്കണ ദിവസം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റിയും കിട്ടും നമുക്കെല്ലാം മരത്തുനിന്ന് നേരിട്ട് പൊട്ടിച്ചെടുക്കാം അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ബാഷാ ഭായി മാംഗോ കിങ് बादशाह भाई आपका नंबर थोड़ा बोलो ना कोई भी कांटेक्ट करेगा ना आपको बोलो नंबर ಯಜಮಾನ್ का हाँ ठीक है ಯಜಮಾನ್ರೆ ನಿಮ್ಮದು ನಂಬರ್ ಸ್ವಲ್ಪ ಹೇಳಿ ಯಜಮಾನ್ರೆ ಹೇಳಿ ಸರ್ ಹಾಂ ನಿಮ್ಮದು ನಂಬರ್ ಹೇಳಿ ಸ್ವಲ್ಪ ಮೊಬೈಲ್ ನಂಬರ್ 96 ಹಾಂ 2020 ಹಾಂ 3503 ಓಕೆ ಹಾಂ ಯಾರಾದರೂ ಬೇಕಾದ್ರೆ ಅವರು ಈ ನಂಬರಲ್ಲೇ ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡಿದ್ರೆ ಏನು ಬೇಕಾದ್ರೂ ಸಿಗ್ಬೋದು ಆಯಿತು ಆಯಿತು ಹಾಂ GKVK ಯಾವುದಿದು ಇಮಾಮ್ ಪಸಾನ್ ಓಕೆ ಓಕೆ ಎಷ್ಟಿದು ಕೆ ಜಿ 220 220 ಹಾಂ ಇದೇ ಕಾಸ್ಟ್ಲಿ ಮಾಂಗ ഓക്കെ വെരി ഗുഡ് ಕಿಂಗ್ ഓക്കെ മാംഗോ കിങ് ഇമാം പസന്ത് ഓക്കെ അപ്പോൾ അവരുടെ ഇതിൻ്റെ ഓണറുടെ നമ്പർ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്തൊക്കെ മാമ്പഴം ഉണ്ട് എന്താ റേറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് അത് അങ്ങനെ വേണമെങ്കിൽ വന്നിട്ട് മേടിക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളും ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ മക്കളും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഒന്ന് വന്ന് ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തൊക്കെ ഒന്ന് കാണാം ഇതൊക്കെ ഒരു നല്ലൊരു സ്പെഷ്യൽ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയോട് നിർത്തുകയാണെങ്കിൽ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ടേക്ക് കെയർ ബൈ